പ്രൈസ് ദി ലോർഡ്. രാത്രിയൊക്കെ സുഖമായിട്ട് ഉറങ്ങിയോ? രാത്രി അധികം പ്രാർത്ഥിക്കാൻ പറ്റിയോ? പകലും എന്തു വേണ്ടി പ്രാർത്ഥിച്ചു? എന്തിനാ പ്രാർത്ഥിച്ചേ? ജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. വെരി ഗുഡ്. നമ്മളിപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വേറൊരു തലം പഠിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, അഥവാ ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന. നമ്മൾ ഈ ധ്യാനത്തിൽ ആദ്യമേ തന്നെ ഒരാശയം നമ്മളിൽ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കും. ഇതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ തന്നെ നമ്മൾ ഈശോയോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവിനോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് പഠിപ്പിച്ചത് 5 കാര്യങ്ങൾ. ആരോട് പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം. അതിൽ വീണ്ടും റെവല്യൂഷണറി. അന്നത്തെ കാലത്ത് യഹൂദരും ഇസ്രായേലിൻ്റെ പാരമ്പര്യമനുസരിച്ച് ആരും ദൈവത്തെ പിതാവെന്ന് സംബോധന ചെയ്യില്ല. ഇതാണ് പുതിയ നിയമത്തിൻ്റെ വ്യത്യാസം. പുതിയ നിയമം പിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ, കരുണയുടെ അനുഭവമാണ്. അത് കൽപ്പനയുടെയോ ചട്ടങ്ങളുടെയോ ആധിപത്യത്തിൻ്റെയോ അല്ല. ആ വാത്സല്യം ഈശോ നിറഞ്ഞു നിൽക്കുന്നു. ഈശോ ഈസ് എൻ ഇൻകാർണേറ്റ് വാത്സല്യം, ഇൻകാർണേറ്റ് കരുണ. ആ കരുണയുടെയും വാത്സല്യത്തിൻ്റെയും പിതാവിൻ്റെ അവസ്ഥാവിശേഷത്തിൻ്റെ ഇൻകാർണേഷനാണ്. അതുകൊണ്ട് ഈശോയിൽ നിന്നും ആ പിതാവിൻ്റെ വാത്സല്യവും ക്ഷമിക്കുന്ന സ്നേഹവും കരുണയും അല്ലാതെ വേറൊന്നും പുറത്തു വരില്ല. പക്ഷെ ലാംഗ്വേജിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ വാത്സല്യത്തെ അവതരിപ്പിക്കാനായിട്ട് മനുഷ്യരുണ്ടാക്കിയ ലാംഗ്വേജുകൾക്ക്, ഭാഷകൾക്ക് പരിമിതിയുണ്ട്. അതൊരു വലിയ കാര്യമല്ലേ? നമ്മുടെ ഭാഷകൾ, നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജുകൾ, അതിൻ്റെ ശൈലികളും ഒന്നും ഈ സ്വർഗീയ വാത്സല്യത്തെ പ്രസരിപ്പിക്കാൻ പ്രാപ്തമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിനെ കോട്ട് ചെയ്ത് എപ്പോഴും പറയാറുള്ളത്, ഫ്രാൻസിസ് അസീസി പറയാറുള്ളത് ഇതാണ്: സുവിശേഷം പ്രഘോഷിക്കുക, അത്യാവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാൻ. ഇത് വളരെ ഫേമസ് ഒരു ആശയമാണ്. സുവിശേഷം പ്രഘോഷിക്കുക, അത്യാവശ്യമെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുക. പക്ഷെ ഞാനൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മയക്കം പിടിച്ചുകൊണ്ട് വാക്കുകൾ തന്നെയാണ്. അപ്പോൾ ആ വാക്കുകളുടെ ഉള്ളിൽ സുവിശേഷമുണ്ടോ? വാക്കുകളില്ലാതെ സുവിശേഷം പ്രസരിപ്പിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ എല്ലാ അർത്ഥം. അതിൻ്റെ രഹസ്യം ഇതാണ്: ആ ഇൻകാർണേറ്റ് വാത്സല്യം, ആ മനുഷ്യാവതാരം ചെയ്ത കരുണയും സ്നേഹവും നമ്മളിൽ മാംസം ധരിക്കണം. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രധാന രഹസ്യം. ഈശോ വന്നിട്ട് പറഞ്ഞു, അപ്പോൾ അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി, ഈ ഈശോ പ്രാർത്ഥിക്കണതും മറ്റ് റബ്ബായിമാരും ശാസ്ത്രിമാരും ഫരിസേയരും അവരുടെ ലീഡേഴ്സും എല്ലാം പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് വേറൊന്നും അവർ ഈശോയോട് ചോദിച്ചില്ല, ഞങ്ങളെ
അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ മതി. നമ്മളും പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ നമ്മൾ വിജയിച്ചു. പിന്നെ ഭയങ്കര വിജയമാണ്. അതാണപ്പോൾ പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ, സ്വർഗരാജ്യത്തിൻ്റെ, കരുണയുടെ, ഏറ്റവും ദൈവനീതിയുടെ പ്രധാന നിയമങ്ങൾ, തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് മലയിലെ പ്രസംഗത്തിലാണ്. 3 അധ്യായങ്ങൾ. ആ 3 അധ്യായങ്ങളിലെ 1, 2, 3, അതായത് 5, 6, 7, മത്തായി 5, 6, 7, അതിലെ ഓരോ അധ്യായത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. 1-ാമത്തെ അധ്യായം, അതായത് 5-ാമത്തെ അധ്യായം ആദ്യ ഭാഗത്തിൽ ഈശോ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി പറയുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, ഒരുപാട് പ്രാവശ്യം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൻ്റെ മഹത്വം മുഴുവനും നമുക്ക് കിട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ അവസ്ഥയിലാണ് നമ്മൾ. കാരണം ഈശോ എന്നത് അവിടെ പറയുമ്പോൾ ഈശോ പീഡ സഹിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഉയർത്തിട്ടില്ല. നമ്മളതെല്ലാം കഴിഞ്ഞ് ഇനി അതിൻ്റെ 2-ാം ഭാഗമായ 6-ാം അധ്യായത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് പ്രാർത്ഥന. അതെന്തെങ്കിലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ, ഈശോയോടൊപ്പം പ്രാർത്ഥിക്കണം. ആ അർത്ഥത്തിലാണ്. ഇനി 3-ാമത്, ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം, ഈ ദൈവനീതിയുടെ അനുഭവം നമുക്ക് കിട്ടുന്നതിന് പ്രാർത്ഥന. ഇത് കിട്ടാത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ് അടുത്ത അധ്യായം, 7-ാം അധ്യായം. കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അത് ഇനി നമുക്ക് ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞു. ഇനി പിന്നീട് അപ്പോൾ ഇവിടെ എന്നാൽ ഈ ആശയപരമായിട്ട് ഈ മലയിലെ പ്രസംഗത്തിനെ നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിൽ ഈ മലയിലെ പ്രസംഗമാണ് പുതിയ നിയമം. അതിന് നമ്മൾ ജീവിതത്തിൽ സ്വന്തമാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതേ പ്രസംഗിക്കുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനെ ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ നിക് നെയിം, അച്ഛനെ ഞങ്ങളൊരു പേരിട്ടിരുന്നത്, പിള്ളേർ സെറ്റ് ഒരു പേരിട്ടിരുന്നത് മത്തായി 5:6 കാരണം അച്ഛൻ എന്ത് പറഞ്ഞാലും, ഏത് വചനമായാലും അത് അവസാനം വളച്ച് തിരിച്ച് മത്തായി 5:6 കർത്താവ് ഇങ്ങനെ പറയണം. പിന്നീട് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയണം. ഞങ്ങളപ്പോൾ അതെ മത്തായി 5:6 വരണ്ടെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നുവെങ്കിലും ഇന്ന് എനിക്കതൊരു അഭിമാനം തോന്നുകയാണ്. ആ അച്ഛൻ്റെ ഹൃദയത്തിൽ ഈ മത്തായി 5:6 അതായത് മലയിലെ പ്രസംഗം അതുപോലെ പതിഞ്ഞ്, എല്ലാ അക്ഷരങ്ങളും സഹിതം പതിഞ്ഞ്, ആ ആശയം, ആ വാത്സല്യം, ആ കരുണ, ആ സ്നേഹം, ആ ദൈവരാജ്യം സംസ്ഥാപിതമായിരിക്കുന്നത് കൊണ്ട് അതേ പറയുള്ളൂ. അതുകൊണ്ട് ഈശോയുടെ സുവിശേഷത്തിൽ എന്ത് പറഞ്ഞാലും സ്വർഗരാജ്യത്തിലെ ഇതോ ഇല്ലേ, എന്ത് പറയുമ്പോഴും സ്വർഗരാജ്യത്തിലെ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ 6-ാം അധ്യായത്തിലെ എങ്ങനെ ഈ സ്വർഗരാജ്യത്തിൽ നമ്മൾ അനുഭവം ഉണ്ടാകും, അതിൻ്റെ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ. നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രാർത്ഥനയെ നമ്മൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല. ഐ ആം സോ സോറി. കാറ്റക്കിസത്തിൽ തന്നെ പറയുന്നത് ഇതാണ്: ഒരു യാന്ത്രികമായി
ചെല്ലേണ്ട ഒരു മന്ത്രം പോലെ അല്ല ഈ പ്രാർത്ഥന തന്നിരിക്കുന്നത് എന്നാണ്. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിലിങ്ങനെ സന്ധ്യാസമയത്ത് ചെന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കുടുംബ പ്രാർത്ഥന. അപ്പോൾ അവർ നിർത്താൻ പോയപ്പോൾ, വേണ്ട നിർത്തണ്ട, നിങ്ങൾ തുടർന്നോ, ഞാനും ചേർന്നോളാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നെ അതിനുവേണ്ടിയായിരിക്കും ആ സമയത്ത് അവിടെ എത്തിച്ചത്. എനിക്കൊന്നും മനസ്സിലായില്ല അവർ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡിൽ സുരസ്നായോട് ഇതാങ്ങ് രാജ്യത്തിനോട് ആമീൻ ഇങ്ങനെ ഒറ്റ അടിക്കാൻ കാണിച്ചു. ആമീൻ. ഇത് ഒരു ചടങ്ങ് പോലെ അങ്ങനെ നമ്മൾ ചെയ്യും. പിള്ളേരെ വാടാ പ്രാർത്ഥന എത്തിക്കാം, കുരിശടിക്കാം, വാ. ഇങ്ങനെ എങ്ങനെയെങ്കിലും വേഗം അതങ്ങ് ചൊല്ലി തീർക്കണം. ക്ഷമിക്കണേ, ഇതിനെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് ഈ കാറ്റഗിസത്തിൽ വേറെ ഒരു സബ്ജക്റ്റിനെ കുറിച്ചും ഇത്രയധികം വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. 100-ൽ അധികം പാരഗ്രാഫുകൾ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമുണ്ട്. എന്തോ കാരണവശാൽ ഈ കാറ്റഗിസം എല്ലാം വായിക്കുന്നതിന് മുമ്പേ എനിക്കിങ്ങനെ ഒരു ഭയങ്കര ഐഡിയ കിട്ടി. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. പിന്നീട് കാറ്റഗിസം പഠിച്ചപ്പോൾ ദൈവമേ എന്നെ അങ്ങ് ആശ്ചര്യപ്പെടുത്തി. അതിൽ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവേ, കർത്തൃപ്രാർത്ഥന എന്നാണല്ലോ പറയുന്നത്. കർത്തൃപ്രാർത്ഥനയിൽ സുവിശേഷത്തിൻ്റെ മുഴുവൻ സാരാംശം അടങ്ങിയിരിക്കുന്നു. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ദ ഹോൾ ഗോസ്പൽസ്. ഓക്കെ, ഇനി നമ്മൾ ഒരുപാട് വിശദീകരിക്കുന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. അതിൽ പ്രധാന തത്വം നമ്മളും യേശുവും ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? എല്ലാവരുടെയും. മാത്രമല്ല ഈശോയുടെയും. ഈശോയുടെ പിതാവും നമ്മുടെ പിതാവും. അതാണ് ഈശോ നമ്മളെ സ്വന്തം സഹോദരന്മാരായിട്ടാണ് കാണുന്നത്. നമുക്ക് നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. അതാണ് അതിൻ്റെ ഒരു പ്രധാന പോയിന്റ്. നമ്മളും ഈശോയും ഒരുമിച്ച്. അപ്പോൾ ഈശോ മുമ്പിൽ നിൽക്കുന്നു, നമ്മളൊക്കെ ഈശോയുടെ ഒപ്പം നിന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മളും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത കാണുക. ഈശോ പിതാവേ, നമ്മളും ഈശോയുടെ ഒപ്പം നിന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈശോ ലീഡ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതേ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു ഒരാശയം ഉദിക്കണം. ഞാൻ ആ പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞ മകനാണ്, മകളാണെന്നുള്ള. അതെ, അതുകൊണ്ടല്ലേ പിതാവേ എന്ന് വിളിക്കണേ. അപ്പോൾ യാന്ത്രികമായി പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഇതങ്ങ് നീ പ്രാർത്ഥിച്ചാൽ മതി, ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുമാതിരി നടക്കും. മനസ്സിലായ? നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മൾക്ക് പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്, ഇത് ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഇന്നത് കിട്ടും. അപ്പോൾ നമ്മളൊരു മന്ത്രമാണ്. എന്നാൽ നമുക്ക് കാണാം പല വിശുദ്ധരുടെയും ജീവിതത്തിൽ. മദർ തെരേസയുടെ ആ ബുക്കിൽ വായിക്കും, അവരുടെ മദർ ഹൗസ് ഇങ്ങനൊരു സ്ഥലം കണ്ടു, ഇത് മേടിക്കാൻ ഒരു നയാ പൈസ കയ്യിലില്ല, 85,000 രൂപ വേണം അന്നത്തെ കാലത്ത്. അത് വലിയൊരു എമൗണ്ടാണ്. 85,000 പ്രാവശ്യം
എത്രയും ദയുള്ള മാതാവ് ചെല്ലാൻ അവർ തീരുമാനിച്ചു. അന്നത്തെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന കന്യാസ്ത്രീകളെ പോലും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അവർ പറയാണ്, അവരുടെയൊക്കെ കൈ ഇങ്ങനെ ഇത് എണ്ണി നമ്മുടെ കൊന്തേമ്മ തന്നെയാണ് പിടിച്ചുകൊണ്ട് എണ്ണത്, കൈയൊക്കെ അങ്ങ് കഴച്ചു. എന്നാലും 85,000 പ്രാവശ്യം ഇത്രയും ദയുള്ള മാതാവ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇതാ 85,000 രൂപയായിട്ട് ഒരാൾ വരണം. പ്രൈസ് ദി ലോർഡ്. അത് കൊടുക്കുന്നു, സ്ഥലം മേടിക്കുന്നു. ഇന്നും അതാണ് ആ മദർ ഹൗസ്, അവിടെയാണ് മദറിനെ അടക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അതൊക്കെ ഒരു ഇൻസ്പിറേഷനിലാണ്, ഇൻസ്പിറേഷണൽ ദൈവം ഹൃദയത്തിൽ. പക്ഷേ അതിൽ പരിശുദ്ധ മദർ തെരേസയുടെ പ്രാർത്ഥന എല്ലാം ഈ ലയനമാണ്. ഞാൻ പറഞ്ഞു, യോഹന്നാൻ ക്രൂസ്, അമ്മ തെരേസ്യ, കൊച്ചു തെരേസ്യ, ഇത് മുഴുവനും മദർ തെരേസയിലുണ്ട്. എന്നാൽ ഒരു ആ കോണ്ടംപ്ലേറ്റീവ് പവറിനെ അമ്മ എടുത്തിട്ട് അതിനെ ഒരു ആക്റ്റീവ് പവറാക്കി മാറ്റി. ഞാൻ കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ ഭവനത്തിലും ലിസ്യുവിലുള്ള അവരുടെ വലിയ പള്ളിയിലുമൊക്കെ ദിവസങ്ങളോളം താമസിച്ചിട്ടുള്ളതാണ്. അവിടെ ഞങ്ങളൊരു പ്രയർ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, നിത്യാരാധനയൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ ചാപ്പലിൽ ഞാൻ ഇരിക്കുമ്പോൾ, ഇങ്ങനെ ലയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പെട്ടെന്ന് മദർ തെരേസ്യ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കണതായിട്ട് കാണും. അവിടെ ഈ കൊച്ചു തെരേസ്യയുടെ അടുത്ത് മദർ തെരേസ്യ. എന്നിട്ട് മദർ തെരേസ്യ എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, നീ എൻ്റെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കണം. യു മസ്റ്റ് ഗോ ആൻഡ് പ്രീച്ച് ടു മൈ സിസ്റ്റേഴ്സ്. എന്തിനു പറയണു? 3 മാസത്തിനകത്ത് എന്നെ അവരുടെ റൂമിലുള്ള കോണ്ടംപ്ലേറ്റീവ് കോൺഗ്രിഗേഷനിൽ ധ്യാനിപ്പിക്കാൻ വിളിച്ചു. അപ്പോൾ ആ കണക്ഷൻസ് കണ്ടു. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കോണ്ടംപ്ലേഷൻ ഈസ് ദ പവർ ഓഫ് ആക്ഷൻ. നമ്മുടെ പ്രാർത്ഥനയുടെ വലിയ ഒരു പ്രിൻസിപ്പിൾ ഇതാണ്. മാർത്ത ആൻഡ് മേരി എന്നുള്ളത് ഒരു സ്കൂൾ ഓഫ് പ്രെയറാണ്. പ്രാർത്ഥനയുടെ വലിയ ഒരു തത്വമാണ്. ഒരു ആക്റ്റീവ് അപ്പോസ്റ്റലേറ്റ് നമ്മൾ നടത്തണമെങ്കിൽ അതിന് ആവശ്യമായ കോണ്ടംപ്ലേറ്റീവ് പവർ നമ്മൾ കർത്താവ് തരും. അത് വാങ്ങിയിട്ടേ അതിൽ ആ ശക്തി കൊണ്ട് നമ്മൾ ശുശ്രൂഷ നടത്താവും. ഈശോ തന്നെ, ഈശോയുടെ പ്രാർത്ഥനയുടെ ആ രഹസ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ കൂട്ടുവേലക്കാരായിട്ടാണ് നമ്മൾ ശുശ്രൂഷയിൽ ഇറങ്ങിയിരിക്കുന്നത്. പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നാട്ടിലേക്ക് കുഞ്ഞാടിനെ പോലെ അയക്കുന്നു. കുഞ്ഞാടിനെ സ്വയം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ കുഞ്ഞാടിനോട് പറയാണ്, നീ വിവേകം ഉണ്ടായിരിക്കണം. ബി പ്രൂഡൻറ്റ് ലൈക്ക് എ സർപ്പൻറ്റ്. വേണ്ട, ആൻഡ് ബി സിമ്പിൾ ലൈക്ക് എ ഡവ്. ഒരു പ്രാവിനെ പോലെ. അപ്പം ഇവിടെ ആ കുഞ്ഞാടിൻ്റെ കൂടെ അയച്ചവനുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ചെന്നായ്ക്കളുടെ നാട്ടിലേക്കാണ് അയച്ചിരിക്കുന്നത് ഓർത്ത് പേടിക്കണ്ട. നമ്മുടെ കൂടെ നമ്മുടെ അയച്ചവനുണ്ട്. നമ്മുടെ അയച്ചവൻ സകലതും ചെയ്യണു. നമ്മൾ ബി പ്രൂഡൻറ്റ്. നമ്മൾ ബുദ്ധിപൂർവം ആ ശക്തിയെ മുറുക്കി പിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ഒരു വ്യത്യാസം അതാണ്, കോണ്ടംപ്ലേഷൻ ആൻഡ് ആക്ഷൻ. നമ്മൾ ആക്റ്റീവാണ്, പക്ഷേ പ്രാർത്ഥനാശക്തി ഇല്ലാണ്ട് ഒരു ആക്ടിവിസം. വീണ്ടും മദർ തെരേസയുടെ മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ എന്താണ് മദർ തെരേസയുടെ സക്സസ്? ഇതിപ്പോൾ മറ്റ് കോൺഗ്രിഗേഷനെ ഒന്നും ഞാൻ കുറ്റം പറയാല്ല. ഞാൻ മദർ തെരേസയുടെ കോൺഗ്രിഗേഷനുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ളത് കൊണ്ട് പറയാം. മദറിൻ്റെ ആ പ്രിൻസിപ്പിൾ പലർക്കും മനസ്സിലായിട്ടില്ല. കാരണം ആർക്കും അധികം അറിയില്ല. ഈ മദർ തെരേസ കോൺഗ്രിഗേഷനിൽ ഒരു കോണ്ടംപ്ലേറ്റീവ് കോൺഗ്രിഗേഷൻ ഉണ്ട്.
അവരിൽ തന്നെ 200ഓളം സിസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു കോണ്ടംപ്ലേറ്റീവ് വിങ് ഉണ്ട്. 20ഓളം കോണ്ടംപ്ലേറ്റീവ് കോൺവെൻറ്റ്സ് ഉണ്ട്. അവർ പ്രാർത്ഥന മാത്രമാണ്. അപ്പോൾ മദർ എന്ത് കണ്ടുപിടിച്ചു? ഇത്രയും വലിയ ഒരു ആക്റ്റീവ് അപ്പസ്തോലേറ്റിനെ ആവശ്യമായ ചാലക ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ ഹൗസ്, ഒരു കോണ്ടംപ്ലേറ്റീവ് സെക്ഷൻ ഉണ്ടാക്കി. അതാണ് ഈ MC കോൺഗ്രിഗേഷൻ്റെ സക്സസ്. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് മിനിസ്ട്രി ഉണ്ടാകാം. അതെല്ലാം നോക്കുമ്പോൾ ഒരു ട്രെയിനിൻ്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്, AC കമ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, സ്ലീപ്പർ ക്ലാസ്, ഇങ്ങനെയുള്ള കമ്പാർട്ട്മെൻറ്റുകൾ പോലെയാണ് നമ്മൾക്കുള്ള നിരവധി ശുശ്രൂഷകൾ. ഇപ്പോൾ ധ്യാന കേന്ദ്രമാണെങ്കിൽ അവിടെ പ്രഘോഷണ ശുശ്രൂഷയുണ്ട്, കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട്, പല ശുശ്രൂഷകളുണ്ട്, ഈവൻ കിച്ചൺ ശുശ്രൂഷയുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ ചാലക ശക്തി തരുന്നത് എവിടെ നിന്നാണ്? ഈ ട്രെയിൻ ചലിക്കണമെങ്കിൽ, ഓടണമെങ്കിൽ ഏത് കമ്പാർട്ട്മെൻറ്റ് വേണം? എൻജിൻ വേണം. അതാണ് കോണ്ടംപ്ലേറ്റീവ്, അതാണ് പ്രെയർ, അതാണ് പവർ ഹൗസ്, അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയും. ഈ കോണ്ടംപ്ലേറ്റീവ് തത്വം നമ്മുടെ ജനറലായിട്ട് ശുശ്രൂഷയിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ പവർ ഹൗസ് ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരുടെയും, ഓരോ ശുശ്രൂഷകരുടെയും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടർ നമ്മളോട് വന്ന് ചോദിക്കുമെന്നില്ല, നീ ഇന്ന് ശരിക്കും പ്രാർത്ഥനപ്പിഴക്ക് നടത്തിയോ? ദാറ്റ് ഈസ് അവർ ഓൺ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്വമാണത്. നമ്മൾ വ്യക്തിപരമായി ഈശോയോട് ഒന്നായി കുറേ സമയം. ഈശോ അപ്പസ്തോലന്മാരെ വിളിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് അവരെ വിളിച്ചത്? എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. മർക്കോസ് 3:14 എന്താ പറയണേ? തന്നോട് കൂടെയായിരിക്കാനാണ്. ആദ്യം കൂടെയായിരിക്കുക, ആവശ്യമെങ്കിൽ പ്രഘോഷിക്കുക. ആദ്യം എന്ത് ചെയ്യണം? തന്നോട് കൂടെയായിരിക്കുക. അപ്പോൾ കൂടെ ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടെ ആയിരിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ, ആ മാസ്റ്ററിൻ്റെ, ആ ഈശോയുടെ സകല ശക്തിയും കഴിവുകളും നമ്മിലേക്ക് അങ്ങ് തരികയാണ്. അങ്ങനെ നമ്മൾ അതുകൊണ്ട് നിറഞ്ഞു. എന്നിട്ട് വചനം പ്രഘോഷിക്കാൻ അയക്കപ്പെടുന്നു. ആദ്യം എന്താണ്? ബി വിത്ത് ഹിം. ഇത് എവരിഡേ പ്രിൻസിപ്പിളാണ്. ഇതൊരു ലൈഫ് പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാം ഫോർമേഷൻ പറയുന്നത് ആദ്യം കൂടെയായിരിക്കാൻ. നൊവിഷ്യേറ്റ് ഫോർമേഷൻ 5-6 വർഷം കൂടെയായിരിക്കുക, ഒന്നും ചെയ്യണ്ട. അതിനുശേഷം അവർ അയക്കുന്നു. എന്നാൽ ഇതെല്ലാ ദിവസവും ഇത് തന്നെയാണ്, കൂടെ ആയിരിക്കുക, അതിനുശേഷം അയക്കുന്നു. ഇത് സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഞാൻ 25 വർഷമായി. പലരും എന്നോട് ചോദിച്ചു, ഓ ബ്രദറെ 25 വർഷം എങ്ങനെ പിടിച്ചു നിന്നോ? എൻ്റെ ഉത്തരം വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ എന്തെങ്കിലും ഇങ്ങ് പ്രാർത്ഥിച്ച് കാട് കയറി പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല. വളരെ കൃത്യമായ പ്രാർത്ഥനയാണ് വേണ്ടത്, ആക്യുറേറ്റ്. കാരണം നമ്മൾ ചെയ്യുന്നത് അത്രയ്ക്ക് വലിയ ശുശ്രൂഷയാണ്. നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. വലിയ കാര്യമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ കാര്യം, ആത്മാക്കളെ നേടുക എന്നുള്ള കാര്യമാണ്. ഒരാത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള ലൈസൻസാണ് നമുക്ക് തന്നേക്കുന്നത്. ആ 4 പേര് ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്ന് കൂരെ പൊളിച്ച് താഴോട്ടിറക്കി. അവരിങ്ങനെ നിൽക്കുകയാണ്. ഇനി കാര്യം നടന്നു, കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിച്ചിരിക്കുന്നു. ഇനി ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളും. കർത്താവ് നോക്കുമ്പോൾ അവരുടെ കണ്ണിങ്ങനെ തുടിക്കുകയാണ്, ബൾബ് പോലെ. അവരുടെ ആ കണ്ണ് കണ്ടിട്ട്, ആ കണ്ണിലുള്ള തേജസ് കണ്ടിട്ട്, ആ കണ്ണിലുള്ള വിശ്വാസം കണ്ടിട്ട് കർത്താവ് ഈ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കണം, നീ കട്ടിലുമെടുത്ത് സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ. അവന് പ്രാർത്ഥിച്ചിട്ടാണ്, അവൻ തളർന്നു കിടക്കുകയാണ്.
തളർവാദമുള്ള ഒരാൾക്ക് മനസ്സ് മരവിച്ച് ശരീരം മരവിച്ചിരിക്കുന്നവന് ബുദ്ധിയുണ്ടോ, ബോധ്യമുണ്ടോ, വിശ്വാസമുണ്ടോ? വിശ്വാസമില്ല. ഇങ്ങനെ തളർവാദം പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ ഭൂമിയിലെ അവസ്ഥ. ഒരുപാട് ആളുകളുടെ അവസ്ഥ. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവരെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവാ. പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ അവരിലേക്ക് ദൈവരാജ്യം പടരും. എല്ലാവരെയും നേടണം, എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഞാനിങ്ങനെ ഇത്രയും കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവം ഒരിക്കലും ശിക്ഷിക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു, അപ്പോൾ ബ്രദർ പറയണ കേട്ട് കഴിഞ്ഞാൽ ആരും നരകത്തിൽ പോവില്ലെന്നാണല്ലോ. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുമായിരിക്കും ഇല്ലേ? തോന്നുന്നുണ്ടോ? എന്താ ഉത്തരം പറയണമെന്നുള്ള. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ ആഗ്രഹിക്കണേ? കുറച്ച് പേര് നരകത്തിൽ പോകണമെന്നാണോ ആഗ്രഹിക്കണേ? എന്താ നമ്മൾ ആഗ്രഹിക്കണേ? എന്താ ആഗ്രഹിക്കണേ? ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താ നമ്മൾ ആഗ്രഹിക്കണേ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഇത് ആരുടെ ആഗ്രഹമാണ്? ഇത് പിതാവിൻ്റെ ആഗ്രഹമാണ്, ഈശോയുടെ ആഗ്രഹമാണ്. അതിനു വേണ്ട സംവിധാനങ്ങളാണ് ഈശോ ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ അയച്ചേക്കുന്നത്. അവർ എന്തവസ്ഥയിലായാലും പല ടെക്നിക്കുകളാണ് കർത്താവ് കാണിച്ചു തന്നേക്കണത്. അവൻ വിശ്വാസമില്ല, നിരീശ്വരവാദിയാണ്, തളർന്നു കിടക്കണം, എന്ത് ചെയ്തിട്ടൊന്നും. അവനെല്ലാം നമ്മുടെ വിശ്വാസത്തിലൂടെ അവനിലേക്ക് കരുണയും കൃപ ഒഴുകും, നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നതിന് അത്രയ്ക്ക് വലിയ ശക്തിയാണുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വീണ്ടും കൊച്ചു ത്രേസ്യ 14 വയസ്സുള്ളപ്പോൾ ഒരു ഭീകരനായ ഹെൻറി പ്രൻസീനി എന്ന ഫ്രാൻസിനെ കിടിലം കൊള്ളിച്ച ട്രിപ്പിൾ മർഡർ നടന്ന ഒരാൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. പേപ്പറുകളിലെല്ലാം ഭയങ്കര, ഫ്രൻസീനിയെ പിടിച്ചു, ഫ്രൻസീനി അറസ്റ്റ് ചെയ്തു. എല്ലാ ദിവസവും ആൾക്കാർ വളരെ ആകാംക്ഷയോടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇതാ ന്യൂസ് വന്നിരിക്കുന്നു, ഫ്രൻസീനിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഇത്രാം ദിവസം വധശിക്ഷ. പക്ഷേ ഫ്രൻസീനി കുമ്പസാരിപ്പിക്കാൻ വന്ന വൈദികനെ തിരസ്കരിച്ചു, കുമ്പസാരിക്കാൻ വിസമ്മതിച്ചു. ഈ വാർത്ത പേപ്പറിൽ കണ്ടു എന്ന് ആരോ പറഞ്ഞത് കേട്ടപ്പോൾ മുതൽ കൊച്ചു ത്രേസ്യയ്ക്ക് ഹൃദയത്തിൽ ഭയങ്കര വേദന. ഞാൻ ഫ്രൻസീനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൊച്ചു ത്രേസ്യ സെലിൻ്റെ അടുത്ത് ഒരു നാണയം എടുത്ത് കൊടുത്തിട്ട്, നീ വികാരി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒരു കുർബാന ചെല്ലാൻ കാശ് കൊടുക്കുക ഫ്രൻസീനിക്ക്. സെലിൻ പറഞ്ഞു, അവനിപ്പം ജീവിച്ചിരിക്കുമ്പോഴാണ് അവന് കൃപയുടെ ആവശ്യം, കരുണയുടെ ആവശ്യം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഫ്രൻസീനിയെ നമുക്ക് നേടണം. 14 വയസ്സുള്ള അവൾ ഈശോയുടെ കുരിശുരൂപം പിടിച്ചുകൊണ്ട് കരഞ്ഞാൻ തുടങ്ങി. ഈശോയെ, നീ നല്ല കള്ളനോട് കരുണ കാണിച്ച പോലെ, നല്ല കള്ളനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ പോലെ, നിന്റെ പീഡാനുഭവത്തിൻ്റെ എല്ലാ യോഗ്യതകളിലും ഞാൻ വിശ്വസിക്കുന്നു. നീ എൻ്റെ പ്രാർത്ഥന കേട്ട് ഫ്രൻസീനിയിൽ കരുണ വർഷിക്കും. നീ ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന തിരസ്കരിക്കില്ല എന്ന് ഞാൻ കോൺഫിഡൻ്റാണ്, എനിക്ക് ദൃഢനിശ്ചയമാണ്. പ്രാർത്ഥിച്ചു. ഇതാ ഫ്രൻസീനിയെയും കൊണ്ട് ആ കൊലമരത്തിൻ്റെ അടുത്ത് വന്നു. ഫ്രൻസീനിയുടെ തല ആ ഗില്ലറ്റിൻ്റെ അകത്തേക്ക് വയ്ക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഫ്രൻസീനി തല വലിച്ചു. പോലീസും പട്ടാളമൊക്കെ അയാളെ പിടിച്ച്, ഇവൻ ഭയങ്കര ഭീകരനാണ്, ഇവൻ കൊതറാൻ പോകുന്നു. പക്ഷേ ഫ്രൻസീനി തിരിഞ്ഞു നോക്കിയത് അവിടെ അടുത്ത് ഒരു കുരിശുമായിട്ട് നിൽക്കുന്ന വൈദികനെയാണ്. ആ വൈദികനെ നോക്കിയിട്ട് കണ്ണുനീരൊഴുക്കി ആ കുരിശിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ആ കുരിശ് വേഗം കൊണ്ടുവരും, ആ കുരിശ് ഇങ്ങോട്ട് കൊണ്ടുവരും. ആ വൈദികൻ ആ കുരിശുമായിട്ട് ഓടിച്ചെന്നു. ഫ്രൻസീനി ആ കുരിശ് കയ്യിലെടുത്തുകൊണ്ട് 3 പ്രാവശ്യം ആ കുരിശിനെ ഉമ്മ വെച്ചു. ഇത് പരസ്യ എക്സിക്യൂഷനായിരുന്നു. 30,000-ഓളം ഫ്രഞ്ചുകാർ
ആ പ്രദേശത്ത് ഇത് കാണാൻ വന്നിട്ടാൽ 30,000 അവരെല്ലാവരെയും ഞെട്ടിപ്പിച്ചു. പിറ്റേ ദിവസത്തെ പേപ്പറിൽ ലാ ക്രോസ് എന്ന ഫ്രഞ്ച് പേപ്പറിൽ, അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഉണ്ടായില്ല, അവർ സ്കെച്ച് വരച്ചാണ് പടപടേന്ന് ആർട്ടിസ്റ്റുമാർ വരയ്ക്കുന്നത്. പേപ്പർ റിപ്പോർട്ടേഴ്സ് ആർട്ടിസ്റ്റുമാർ ഈ സംഭവിക്കും പടപടപടേന്ന് അങ്ങ് വരയ്ക്കും. അങ്ങനത്തെ സ്കെച്ചാണ് ഇതൊക്കെ. ഇന്നും ആർക്കീവ്സിലുള്ളതാണ്. ബ്രൻസീനി കുരിശി ചുംബിക്കുന്നത് കൊലമരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്. പിറ്റേ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഇത് വന്നു കഴിയും. കൊച്ചു ത്രേസ്യ ഇത് കണ്ടിട്ട്, കൊച്ചു ത്രേസ്യ അതിനു മുമ്പ് ചോദിച്ചായിരുന്നു, എനിക്കൊരു അടയാളം തരണം. ആ അടയാളമാണിത്. കൊച്ചു ത്രേസ്യ പറഞ്ഞു, ഇതാണ് എൻ്റെ വിളി. ഞാൻ പ്രാർത്ഥിച്ച് 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 അനേകം ആത്മാക്കളെ നേടും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാണ് എൻജിൻ. ഈ ആശയം നമ്മൾ ഓക്കെ. ഇനി നമ്മുടെ ഈ സ്വർഗസ്ഥനായ പ്രാർത്ഥനയാണ് എല്ലാ പ്രാർത്ഥനകളുടെയും മൂലം, അതിൻ്റെ വേര്. എല്ലാ പ്രാർത്ഥനകളും അതിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളിലും സഭയിൽ സ്വർഗസ്ഥനായ പിതാവ് ഉണ്ട്. നമ്മളുടെ വിശുദ്ധ കുർബാനയിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു. നമ്മളുടെ റാസ കുർബാനയിലാണെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടും സമാപന ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു. അത് ചെല്ലുകയല്ല, ആ ഈശോയുടെ ബലിയുടെ എല്ലാ യോഗ്യതകളും ഈ പിതാവിനോട് ഒരുമിച്ച് പിതാവിൻ്റെ മഹത്വത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തെ ലൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, യേശുവിൻ്റെ പിതാവേ, പരിശുദ്ധ അമ്മയുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ. ഓ, എന്തോ ഒരു വാത്സല്യമാണ്. അപ്പോൾ ഇത് പലരും പറയുന്നത് ആ ഒരു ലൈൻ തന്നെ മുന്നോട്ട് പോവില്ല. അതിങ്ങനെ ആ പിതാവിൻ്റെ വാത്സല്യത്തെയും സ്നേഹത്തെയും പരിശുദ്ധാത്മാവിലൂടെ യേശുവിലൂടെ കുറേ സമയം ഇങ്ങനെ അനുഭവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഞാൻ മകനാണ്, ഞാൻ മകളാണ്, ഞാൻ എന്തായിരുന്നു, ഞാനിപ്പോൾ ആരാണ്, ഇതൊക്കെ മനസ്സിലാവും. ഒരിക്കലും ഒരു കൊവേന്ത്യയിൽ ഒരു ഉദാഹരണം ഒരു അച്ഛൻ പറഞ്ഞതാണ്. ഒരു കൊവേന്ത്യയിൽ പ്രിയോരച്ഛൻ അവിടുത്തെ ഒരു അച്ഛൻ എന്തോ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞൊരു പണിഷ്മെൻറ്റ് കൊടുത്തു. അവിടെ പോയിരുന്ന് ആ വെയിലത്ത് പോയിരുന്ന് സ്വർഗസ്ഥനായ പിതാവേ എല്ലാം പറഞ്ഞു. പണിഷ്മെൻറ്റ് കിട്ടിയാൽ വളരെ എളിമയോടെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചു. അച്ഛൻ അവിടെ പോയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ നേരത്തും ഈ അച്ഛൻ മടങ്ങി വന്നില്ല. വൈകുന്നേരം കാപ്പി കുടിക്കണ നേരത്തും അച്ഛനെ കാണുന്നില്ല. അത്താഴ നേരത്തും അച്ഛനെ കാണുന്നില്ല. പ്രിയോരച്ഛൻ ഇത്തിരി പ്രയാസമായി, എന്ത് പറ്റിയാവത്. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തും അച്ഛനെ കാണുന്നില്ല. അപ്പോൾ ഒരച്ഛനോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക, എവിടെ പോയി ആൾ. ഞാൻ പറഞ്ഞു, ഇന്നോടത്ത് പോയിരുന്നു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എന്താ, ആളവിടെ തന്നെ ഇരിക്കുക. പറഞ്ഞു, വിളിച്ചപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അവിടം വരെ ആയിട്ടുള്ളൂ. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ ആ പിതാവിൻ്റെ വാത്സല്യവും സ്നേഹത്തിലും ഇങ്ങനെ ലയിച്ച് ഇരുന്ന് പോയി. ഞാൻ വന്നോളാം, അച്ഛൻ പോയിക്കോ. പല വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അമ്മ ത്രേസ്യയുടെ ആഭ്യന്തരകർമ്മങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഞാൻ വളരെ ഒരു വിരസത വന്നപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന 1 മണിക്കൂർ എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ കൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ നമ്മൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് അതിൻ്റെ ഓരോ വരികളിലും വളരെ വിശദമായിട്ട് ധ്യാനിച്ച് ലയിച്ച് പോകുമ്പോൾ 1 മണിക്കൂറല്ല, ഒരുപാട് സമയമെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത്, ഇതിൽ 7 സ്റ്റെപ്പുകളാണുള്ളത്, 7 പ്രാർത്ഥനകളാണുള്ളത്. ആദ്യത്തെ 3 പ്രാർത്ഥനകൾ ദൈവോന്മുഖമാണ്. അവസാനത്തെ 3 പ്രാർത്ഥനകൾ മനുഷ്യോന്മുഖമാണ്. ദൈവോന്മുഖം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ
അങ്ങയുടെ 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 കണ്ടോ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ. അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ. ഇതാണ് പ്രാർത്ഥനയുടെ തത്വങ്ങളിലുള്ള വലിയ അടിസ്ഥാനപരമായൊരു കാര്യം. പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പ്രാർത്ഥന ആഴത്തെ വിളിക്കുന്നു. സങ്കീർത്തനം 42 എൻ്റെ ആത്മാവ് ദാഹിക്കുന്ന മാൻപേടിയെപ്പോലെ തേടുന്നു എന്നത് പ്രാർത്ഥനയാണ്. അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴത്തെ വിളിക്കുന്നു, അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകട്ടെ. അങ്ങയുടെ വെള്ളച്ചാട്ടം, അങ്ങയുടെ കൃപയും വാത്സല്യവും എന്നിലേക്ക് ഒഴുകുന്നത് തുള്ളി തുള്ളിയായിട്ടല്ല, ഒരു വെള്ളച്ചാട്ടം പോലെയാണ്. അതാണ് ആദ്യത്തെ ആഴം, ദൈവത്തിൽ നിന്നും മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഒഴുകുന്നത്. ആഴത്തെ, ഡീപ്പ് കോൾസ് ദ ഡീപ്പ്. ഇത് എ വേക്ക് സ്കൂൾ ഓഫ് പ്രെയർ. ഡീപ്പ് കോൾസ് ദ ഡീപ്പ്. ആദ്യത്തെ ഡീപ്പ് ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകുന്ന ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവ് ആണ്, ഇനിഷ്യേഷൻ ഓഫ് ഗാഡ്. അതാണ് സ്വർഗസ്ഥനായ പിതാവിലുള്ള തത്വം. ആദ്യത്തെ ആഴം പിതാവിൽ നിന്ന് വരുന്ന അങ്ങയുടെ വിശുദ്ധി, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ ഹിതം, അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ. അവസാനത്തെ 3 ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണേ. ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. നല്ലൊരു മനസ്സിലായില്ലേ? ഇനി കോർ എല്ലാത്തിനും ഒരു കോറുണ്ടല്ലോ, കാതൽ. അതാണ് 4-ാമത്തെ പോയിന്റ്, കാതൽ. പ്രാർത്ഥനയുടെ കാതൽ 4-ാമത്തെ പോയിന്റാണ്. അതെന്താണ്? അന്നന്ന് വേണ്ട ആഹാരം